ഹലോ ഗൈസ്, വെൽക്കം ടു ട്രെൻഡിങ് ഇൻസൈറ്റ്സ്. ഈ ചെക്കൻ ഒരിത്തിരി നേരം കിട്ടിയാൽ നിലത്ത് നിൽക്കില്ല. വല്ല കുന്നോ മലയോ കയറാൻ പോകും. നടൻ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പതിവായി കേൾക്കുന്ന പരാതിയാണിത്. എത്ര വലിയ ആഡംബരവും സൗകര്യവും ഒരുക്കി കൊടുത്താലും പ്രണവിന് മണ്ണിൻ്റെയും പുല്ലിൻ്റെയും ചെടികളുടെയും പ്രകൃതിയുടെയും ലോകത്തെ വിട്ട് മറ്റൊന്നില്ല. പ്രണവിൻ്റെ യാത്രാകുതി കണ്ടാൽ യാത്രയെ ഇത്രയേറെ സ്നേഹിക്കുന്ന മറ്റാരെങ്കിലും മലയാള ഭൂമിയിലുണ്ടോ എന്ന് ചോദിച്ചും പോകും. എന്നാൽ പ്രണവിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാകും അനുജത്തെ വിസ്മയെ നോക്കിയാൽ. ചേട്ടനെ പോലെ തന്നെയാണ് അനുജത്തെയും. പ്രണവിനെ പോലെ തന്നെയാണ് വിസ്മയും. എവിടെയെന്ന ചോദ്യത്തിന് പൊതുജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആരാധകർക്കിടയിൽ കൃത്യമായൊരു മറുപടി ഉണ്ടാകില്ല. കുടുംബത്തിന്റെ പരിപാടികളിൽ പലതിലും പ്രണവ് വന്ന് തല കാണിക്കുമെങ്കിൽ പോലും വിസ്മയെ പലയിടങ്ങളിലും കാണാറില്ല. അടുത്തിടെ അച്ഛമ്മ ശാന്തകുമാരിയുടെ ജന്മദിനത്തിന് പ്രണവ് ഉണ്ടായിരുന്നെങ്കിലും വിസ്മയെ ആരും എവിടെയും കണ്ടിരുന്നില്ല. താരപുത്രിക്ക് ഉലകം ചുറ്റലെന്നാൽ ത്രില്ലാണ്. അതിനുദാഹരണമാണ് ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ കൂട്ടവും. ഒരു നാടിനെ അതിൻ്റെ തനതായ ഭംഗിയിൽ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ വിസ്മയ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാങ്കോക്കിലാണ് താരപുത്രിയുടെ ഏറ്റവും പുതിയ യാത്ര. ചിത്രങ്ങൾ പരിശോധിച്ചാലും അവിടെയും ഒരു പ്രണവ് ടച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും. വിസ്മയുടെ കണ്ണിലുടക്കുന്നതും പ്രണവ് പകർത്തുന്നത് പോലത്തെ വിലമതിക്കാനാകാത്ത ചെറിയ കാഴ്ചകളും അതേ ചുറ്റിപ്പറ്റിയുമുള്ള സന്തോഷങ്ങളുമാണ്. ഒരു വിക്സ് കുപ്പി മുതൽ ഫയർ ഡാൻസ് വരെ വിസ്മയുടെ പോസ്റ്റുകളിൽ കാണാൻ കഴിഞ്ഞേക്കും. അതേസമയം പ്രണവ് നടനാണെങ്കിൽ വിസ്മയ എഴുത്തുകാരിയാണ്. വർഷങ്ങൾക്ക് മുൻപേ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ ഡസ്റ്റ് എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം വിസ്മയ മോഹൻലാൽ പുറത്തിറക്കിയിരുന്നു. പ്രത്യേകം ചടങ്ങ് സംഘടിപ്പിച്ചായിരുന്നു പുസ്തക പ്രകാശനം. ഇംഗ്ലീഷ് കവിതാ സമാഹാരത്തിൻ്റെ മലയാളവും വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ അനുജത്തിയുടെ പാത പിന്തുടർന്ന് പ്രണവ് മോഹൻലാലും എഴുത്തിൻ്റെ വഴിയെ തിരിഞ്ഞിട്ടുണ്ട്. ഒരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിൽ കൂടിയാണ് പ്രണവ്. വിദേശത്തും മറ്റെവിടെയോ എല്ലാം യാത്ര ചെയ്ത് കൂട്ടത്തിൽ ഒരിക്കൽ ഒരിടത്തിരുന്ന് എന്തോ കുത്തിക്കുറിക്കുന്ന തൻ്റെ ഒരു ചിത്രം പ്രണവ് മോഹൻലാൽ മുൻപൊരിക്കൽ പോസ്റ്റ് ചെയ്തിരുന്നു. വിസ്മയെ പോലെ പ്രണവിനും ഇൻസ്റ്റഗ്രാം തന്നെയാണ് പ്രേക്ഷകരുമായി ചേർന്ന് നിൽക്കാനുള്ള വേദി. ഒരു സിനിമയുടെ റിലീസിന് പോലും പ്രണവ് ഇതുവരെ പ്രമോഷൻ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല. ഓരോ പടവും റിലീസ് ചെയ്തു കഴിഞ്ഞാൽ നേരെ എങ്ങോട്ടെങ്കിലും യാത്ര തിരിക്കലാണ് പ്രണവിൻ്റെ പതിവ്. എന്തായാലും ചേട്ടനെ പോലെ തന്നെയാണ് അനിയത്തിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.